നടക്കില്ല നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. കാരണം പ്രാണനെ വികലമാക്കുന്നത് മൈൻഡാണ്. മനസ്സിലാവുന്നു? ഈ നമുക്ക് ആരോഗ്യമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പ്രാണൻ ശരീരത്തിൽ ശരിയായി വർക്ക് ചെയ്യണം. അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ വർക്ക് ചെയ്യണം. എപ്പോഴും സ്വാഭാവികതയല്ലേ ശരി, അസ്വാഭാവികത തെറ്റുമാണ് മിക്കവാറും, അല്ലേ? അപ്പോൾ ചിന്താലോകം അല്ലെങ്കിൽ രൂപങ്ങൾ കാണുക, അല്ലെങ്കിൽ ബാധകളുടെ ലോകം, പ്രേതലോകം, ഇങ്ങനെയുള്ള വിഷ്വൽസിൻ്റെ ലോകമൊന്നും നമുക്ക് ഉയർന്ന ലോകമായിട്ട് പറയാൻ പറ്റത്തില്ല. അധമ ലോകമാണ്. ഉയർന്ന ലോകം ഊർജത്തിൻ്റെ ലോകമാണ്. ഇതൊരു രണ്ടായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അന്നമയം ഫിസിക്കൽ വേൾഡിൽ നമ്മൾ പഞ്ചകോശ ശുദ്ധി പറയുന്നതിൻ്റെ കാര്യം അതാണ്. പഞ്ചകോശ ശുദ്ധി വേണം. അപ്പോൾ അന്നമയം രണ്ടാണ് എല്ലാം. മനോമയത്തിൽ കുറച്ചുകൂടെ അടുത്തു, അമേരിക്കയിൽ നിന്നും വീഡിയോ കോൾ ചെയ്യാം. പ്രാണമയത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഊർജത്തിൻ്റെ രണ്ടറ്റമായി. വിജ്ഞാനമയത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ആനന്ദമയത്തിൽ നമ്മൾ ഒന്ന് തന്നെയാണ്. അദ്വൈതം എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ രൂപം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആക്കുന്നതല്ലേ. ഒരു കളിമണ്ണ്, ആ കളിമണ്ണ് ഉരുട്ടി രണ്ട് രൂപം ഉണ്ടാക്കിയ രണ്ടെണ്ണം ആയില്ലേ? അത് ഒരെണ്ണം വലിയ നോർമലി ഒന്ന് തന്നെയല്ലേ. പക്ഷെ രണ്ട് രൂപമായി കഴിഞ്ഞപ്പോൾ എന്തായി? രൂപം വരുമ്പോൾ എപ്പോഴും രണ്ടാകുന്നില്ലേ? അപ്പോൾ രൂപരഹിതമായ ഒരു അവസ്ഥയിലോട്ട് പോകുന്നതല്ലേ ശരിയായ ഒരു മാർഗം. അതിന് ഊർജ്ജ ലോകത്തേക്ക് വരണം. ഊർജ്ജ ലോകത്തേക്ക് വരുമ്പോൾ അവിടെ ചുഴികൾ അല്ലെങ്കിൽ വൈബ്രേഷൻസ് മാത്രമല്ലേ ഉള്ളൂ. രൂപം പിന്നെയും കുറഞ്ഞു. ഈ വൈബ്രേഷൻസ് ആണ് രൂപങ്ങളായിട്ട് മാറുന്നത്. മനസ്സിലാവുന്നുണ്ട്? വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ മേരു എന്ന് പറയും. ഒരു കല്ല് വെള്ളത്തിട്ടാൽ ഇങ്ങനെ ബ്ലുമെന്ന് പറഞ്ഞ മേളൊരു ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ലേ? കല്ലെടുത്ത് വെള്ളത്തിട്ടാ ഉണ്ടാവുന്ന കാര്യം ഒരു രൂപം. അങ്ങനെയാണ് രൂപങ്ങൾ ഉണ്ടാവുന്നത് വൈബ്രേഷൻസിൽ നിന്ന്. എന്നിട്ടാണ് സെപ്പറേഷനിലേക്ക് പോകുന്നത്. എന്നിട്ട് ആ മേളിലോട്ട് വരുന്നതിന്റെ ഉണ്ടയുണ്ടല്ലോ, അത് വിട്ടു നിൽക്കും. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു സാധനമായിട്ട് വരുന്നത്. അതിന്റെ എനർജിയിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. കാണായ ചരാചരങ്ങൾ ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ്. സൈമാറ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. വെള്ളം ഇട്ട് അതിലേക്ക് സൗണ്ട് കയറ്റി കഴിയുമ്പോൾ അതിങ്ങനെ ചക്രങ്ങളുണ്ടാവും, വൈബ്രേഷൻ ഉണ്ടാവും. ആ വെള്ളത്തിന് കട്ടി കൂട്ടും, വെള്ളത്തിൻ്റെ കട്ടി കൂട്ടും. എന്നിട്ട് സൗണ്ട് കയറ്റി വിടുമ്പോൾ അതിങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് മേപ്പോട്ട് വരും. അതിന് ആ വെള്ളം കൊഴുത്ത ദ്രാവകമാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ഫിഗർ വരും. എന്നിട്ട് സൗണ്ട് കയറ്റുമ്പോൾ നല്ല സൗണ്ട് കയറ്റിയിട്ട് നല്ല കൊഴുത്ത സാധനമാണെങ്കിൽ ശരിക്കും ആനിമേറ്റഡ് ഒബ്ജക്റ്റ് പോലെ അതിങ്ങനെ മൂവ് ചെയ്യും പാത്രത്തിൽ കിടന്ന്, ജീവനുള്ള വിട്ട്. എങ്ങനെയാണ് ശരിക്കും ജീവൻ ഉണ്ടാകുന്നത്? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ശരിക്കും വൈബ്രേഷൻസ് ആണ് പ്രപഞ്ചത്തിലുള്ളത്. അതിലേക്കാണ് നമുക്ക് വരേണ്ടത്. പ്രാണമയ കോശത്തിലേക്കാണ് വരേണ്ടത്. അപ്പോൾ മനോമയോ അന്നമയോ ഒക്കെ ഈ രൂപങ്ങളാണ്. ഇപ്പം ഏറ്റവും കട്ടിയുള്ളത് അന്നമയം. മനോമയോ അതിലും കട്ടി കുറവാണ് രൂപങ്ങൾക്ക്. അപ്പം നമ്മൾ രൂപങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അത് കടന്ന് പ്രാണമയ ലോകത്ത് വന്നാലേ സ്വസ്ഥത മനസ്സിലാവില്ല. പ്രാണനെ നിയന്ത്രിക്കുമ്പോഴാണ് രൂപങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. എനർജി അറിയണം. ഒരാൾ വന്നിരുന്ന അയാൾ പറയുന്ന രൂപവും അയാൾ സങ്കല്പിക്കുന്ന നമ്മൾ ഉണ്ടാക്കി തരുന്ന സങ്കല്പങ്ങളും അല്ല നമ്മൾ എടുക്കേണ്ടത്, അയാളുടെ എനർജിയാണ്. അപ്പോൾ അയാൾ കള്ളനാണോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവും. ഞാൻ പറയുന്ന പിടിയിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റും, നമുക്ക് കർമ്മഫലങ്ങൾ വരും. അപ്പോൾ എനർജി മനസ്സിലാക്കി നമ്മൾ ബിഹേവ് ചെയ്താൽ നമുക്ക് പിന്നീട് കർമ്മഫലങ്ങൾ ബെറ്ററായിട്ട് വരുമ്പോൾ ആനന്ദമായ കോശത്തിൽ വരാം. അതിൻ്റെ വലിയ അവസ്ഥ സമാധിയിലോട്ടും പോകാം. പിടിയിട്ടുണ്ടോ? നമസ്തേ. ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നടന്നെടുക്കാം എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് അഘോരി എന്ന നോവൽ.
മാൻകൈൻഡ് ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഈ യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ആകത്തുക ഒരു പുസ്തക രൂപത്തിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരുപാട് ആളുകൾ കുറേ നാളായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യുമ്പം ശരിക്കും അതിൻ്റെ ഒരു വിഷയത്തിൻ്റെ കട്ടി കൊണ്ട് അത് ആളുകൾക്ക് മനസ്സിലാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ധർമ്മ നിയമങ്ങളെക്കുറിച്ചാണ്, പ്രാണചലനങ്ങളെക്കുറിച്ച്, പ്രാണമയ കോശത്തിനെ തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ പ്രധാനമായിട്ടും അത് പ്രായോഗികമായിട്ട് എങ്ങനെ അറിയാം എന്നുള്ളതാണ് പല രീതിയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധർമ്മ നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ അത് ഭയങ്കര കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്, ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ നോവലായിട്ടാണ് നമ്മളിത് ഇറക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥം വേണ്ട ആളുകൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിൽ പറയാം. ഇതൊരു കാര്യം ഉറപ്പാണ്, ഈ ഗ്രന്ഥം വായിക്കുന്ന ഏത് വ്യക്തി 100% ഉറപ്പായിട്ട് പറയാം, അയാളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് വായിച്ച ആളുകൾ പറഞ്ഞത് ജീവിതത്തിൽ അവരുടെ ലൈഫിൽ ഒരുപാട് നോവലുകളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് നമ്മളിത് തെറ്റിദ്ധരിച്ചാനൊക്കെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ലൈഫിൽ ഒരുപാട് നോവലുകൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അവരുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് വായിക്കുന്ന ഏത് വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ചെറുതായിട്ടെങ്കിലും കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ AI നിർമ്മിത ഇല്ലസ്ട്രേഷൻ ആയിട്ട് ചെയ്തു വന്ന ആദ്യത്തെ നോവലാണ് അഘോരി. കഥാസന്ദർഭങ്ങളിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ കഥാഗതികമായിട്ടും കൂടുതൽ ഇഴുകിച്ചേരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു സിനിമാറ്റിക് വേയിൽ അത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നടന്നെടുക്കാൻ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമാത്രേ നമഃ. മനസ്സുണ്ടെങ്കിലേ മാനസിക രോഗമുള്ളൂ. അപ്പം മനസ്സെന്ന് പറഞ്ഞ ചിന്തകളാണ്. ഈ ചിന്തകളെ നിരോധിച്ചു കഴിഞ്ഞാൽ, ചിന്തകളെ അതിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മാനസിക രോഗങ്ങളില്ല. ഭയം, വിഷമം, ദേഷ്യം, സങ്കടം, നിരാശ ഇങ്ങനെയുള്ള വികാരങ്ങൾ ബ്രെയിൻ കെമിക്കൽസ് മാറുമ്പോഴാണ് ഉണ്ടാകുന്നത്. ബ്രെയിൻ കെമിക്കൽസിനെ മാറ്റുന്ന എനർജിയാണ്. അപ്പോൾ ആ എനർജി ലെവലിലേക്ക് നമ്മൾ ഹയർ ലെവലിൽ നിൽക്കാനാണ് ദേവീ ഉപാസന നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഹയർ ലെവലിൽ നിന്നിട്ട് നമ്മൾ ഈ ഫിഗറുകളും ഇമോഷൻസും ഇല്ലാത്ത സ്റ്റേജിൽ എനർജിയെയും അതിവർത്തിച്ചുകൊണ്ട് വിജ്ഞാനമയത്തിൽ നിൽക്കാനാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ നമുക്ക് എനർജിയിൽ ഉപരി നിൽക്കുമ്പോൾ എനർജി മനസ്സിലാവും. ഒരാളുടെ നെഗറ്റീവാണോ പോസിറ്റീവാണോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബാധ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വൈബ്രേഷൻ നെഗറ്റീവ് വരുന്നുണ്ട്. അന്നേരം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും. കയ്യെ കൂടോ കാലേ കൂടോ കഴപ്പായിട്ടോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇത് വെച്ചിരുന്ന ക്യാൻസർ ആവേണ്ട അവസ്ഥ വരത്തില്ല. ഇല്ല, ഒരു ദിവസം തലവേദന എടുത്ത് പോയി നോക്കുമ്പോൾ പറയും ട്യൂമർ 4ാമത്തെ സ്റ്റേജാണ്, 3 മാസം കൂടെ ആയുസുള്ളൂ, ഇങ്ങനെയൊക്കെ കേൾക്കാറില്ലേ? അത് ഈ വാദ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്തായി, മനസ്സിനെ അതിവർത്തിച്ചു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്തായി. ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവർത്തിക്കാന്നുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും സംശയം തോന്നുമ്പോൾ നമ്മുടെ ധ്യാന പദ്ധതിയിലോ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും സംശയം എങ്ങനെ ചെയ്യണമെന്ന് സംശയം വരുമ്പോൾ ഏറ്റവും നല്ല ഗുരുവായിട്ട് ഞാൻ എപ്പോഴും പൂച്ചയാണ് പറയുന്നത്. പൂച്ചയെ ഓർത്താണ്. നമ്മളൊരു പൂച്ചയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം അറിയും.
കാരണം ഒരു പൂച്ച എപ്പോഴും ആലോചിക്കുന്നില്ല, ഞാൻ പോയി ഇരയെ പിടിച്ചു, ഞാൻ പോയി അങ്ങനെ ചെയ്തു, ഞാൻ പോയി ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ നമ്മളെപ്പോഴും ഒരു എക്സ്ട്രാ ഞാൻ എന്നുള്ളതിനെ കൊണ്ട് നടക്കുന്നില്ലേ. ഞാൻ ഇന്ന പോലെ സ്വീകരണം കണ്ടു, ഞാൻ അവരോട് പോയി സംസാരിച്ചു, ഞാനത് പോയി ചെയ്തു, ഞാൻ ഇത് പോയി ചെയ്തു, ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിച്ചോളൂ. ഒരു പൂച്ച സാധനം വാങ്ങിച്ചോട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമോ? സങ്കല്പിക്കുക, പൂച്ച സാധനം വാങ്ങിച്ചോണ്ട് വരിക കടയിൽ പോയി. പൂച്ച ഇങ്ങനെ ഞാൻ പൂച്ച കടയിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് വന്നു ചിന്തിക്കുമോ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ സാധനം ഉണ്ട്, അതാണ് നമ്മുടെ മൈൻഡ്, അതാണ് ഈഗോ, അഹം എന്ന് പറയുന്നത്. നമ്മൾക്ക് അപ്പൊ നമ്മളിലേക്ക് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഊർജം, കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി, അതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഊർജം കയറുന്നുണ്ട്, പ്രാണൻ കയറിയിട്ട് ബ്രെയിനകത്ത് വന്ന് പ്രോസസ്സ് ചെയ്തിട്ട് കർമ്മേന്ദ്രിയങ്ങളുടെ വർക്കായിട്ട് കൈകളിലൂടെയും ഒക്കെ നമ്മൾ പുറത്തേക്ക് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കിളക്കിയോ എന്തെങ്കിലും അതിലൂടെ പുറത്തേക്ക് വിടുകയാണല്ലോ. അതാണ് നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ പോലെ, ഒരു ജംഗ്ഷൻ ബോക്സ് പോലെയാണ് കറണ്ടിന്റെ. മനസ്സിലായോ? നമ്മളിലേക്ക് എനർജി ജ്ഞാനേന്ദ്രിയങ്ങൾ വന്ന് കർമ്മേന്ദ്രിയങ്ങളുടെ പുറത്തേക്ക് പോകും. ഒരു പൂച്ചയിൽ ഇതിന് ഒരു തടസ്സവും ഇല്ലാതെ അതിന് പോകുന്നത്. പൂച്ചയിലേക്ക് വന്നു, പൂച്ചയുടെ കർമ്മേന്ദ്രിയങ്ങൾക്കൂടെ പുറത്തു പോകുന്നു. പട്ടിയായാലും അങ്ങനെ, കടുവ എങ്ങനെയും, പുലിയാണെങ്കിലും അങ്ങനെ. പക്ഷെ മനുഷ്യനാകുമ്പോൾ ഇത് മൈൻഡിനകത്തോട്ടൊന്ന് കയറി ഇതങ്ങ് കുളമായിട്ട് നാശമായിട്ടാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അതാണ് സ്വന്തം ഭക്ഷണത്തിൽ വിഷം കലക്കുന്ന ജീവി മനുഷ്യനാണ്. സ്വന്തം ഭൂമി നശിപ്പിക്കുന്നത് മനുഷ്യനാണ്. ഇതൊക്കെ വരുന്നത് ഈ പ്രപഞ്ചത്തിന്റെ താളം തെറ്റിക്കുന്ന ഒരേ ഒരു വർഗ്ഗമുള്ളൂ, ഏതാ? മനുഷ്യനാണ്. ബാക്കിയെല്ലാം ആ നാച്ചുറൽ ഫ്ലോയിൽ പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു പുലിയും ഒരു ഡോക്ടറെ കാണാൻ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഒരു പശുവോ പട്ടിയോ. നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, നമ്മളെ വീട്ടിൽ വളർത്തി നശിപ്പിക്കുന്നുണ്ട്, അതിന്റെ രീതി തെറ്റിക്കുന്നുണ്ട്. തന്നെ ഇറങ്ങി റവയായിട്ട് തന്നെ ഇറങ്ങി ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഒരു അസുഖവും ഒന്നും വരുന്നില്ല. കാരണം അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല, മൈൻഡ് എന്ന് പറഞ്ഞിട്ട് സാധനത്തിൽ കയറി ഇറങ്ങുന്നില്ല. അതിന് കുറെ ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ മെച്ചപ്പെട്ട കാറുകൾ അതുണ്ടാക്കി. പക്ഷെ നമ്മുടെ മൈൻഡിൽ നമുക്ക് സ്വസ്ഥത വരില്ല. ആളുകൾ സമാധാനത്തിൽ കഴിയുന്നില്ല, എല്ലാവരും ഭയത്തിലും വിഷമത്തിലും ഒക്കെ. മറ്റുള്ള ജീവജാലങ്ങൾ ജീവിക്കുമ്പോൾ മനുഷ്യൻ ജീവിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ജീവിക്കുന്നില്ല 5 സെൻസില്. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് മനസ്സില്ല. ജീവിക്കാൻ വഴി സെൻസ് അറിയാം. ഇപ്പൊ ടച്ച് ചെയ്യുന്ന അറിയുന്നു, സ്മെല്ല്, സൗണ്ട്, കാഴ്ച, കേൾവി, ഇതറിഞ്ഞു എൻജോയ് ചെയ്യുക, അറിയുക, അത്രേ ഉള്ളൂ. പൂർണ്ണമായിട്ട് അറിയാം. നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലോ, ഒന്നില്ല വരാനിരിക്കുന്ന എല്ലാം കഴിഞ്ഞത്. എപ്പോഴും ഇത് അറിയുന്നില്ലല്ലോ. ഇത് ഓപ്പോസിറ്റാണ്. സെൻസറി എക്സ്പീരിയൻസും തോട്ട് പ്രോസസ്സും ഓപ്പോസിറ്റാണ്. അപ്പൊ പ്രത്യേക ധ്യാനം എന്തിനാണെന്ന് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂച്ചയുടെ കൂട്ടാവാനാണ്. അല്ലാതെ അതൊരു വലിയ സംഭവമായിട്ട് ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിരിക്കാനല്ല, നാച്ചുറൽ ഇതിലേക്ക് വരാൻ വേണ്ട. അതും സങ്കല്പിക്കുവാണെങ്കിൽ പോയില്ലേ. ചില അതും സങ്കല്പിക്കും, ഞാനിപ്പോ കേൾക്കുന്നു, കാണുന്നു, അങ്ങനല്ല. അപ്പൊ ആ പൂച്ചയ്ക്ക് ഒരു മൈൻഡ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിന് മാനസിക രോഗമില്ല. മാനസിക രോഗം ബാധിച്ച ഏതെങ്കിലും മൃഗങ്ങളെ നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടോ? ആത്മഹത്യ ചെയ്യുന്ന ഏതെങ്കിലും മൃഗങ്ങളെ കാണുന്നുണ്ടോ? കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, നമ്മളെക്കാൾ അനുഭവിക്കുന്ന മൃഗങ്ങളില്ലേ? പക്ഷെ അവരാരെങ്കിലും പോയി തൂങ്ങിച്ചാവുന്നുണ്ടോ? അല്ലെങ്കിൽ സ്വയം മരിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് മാനസിക രോഗങ്ങളും ഇല്ല, ആത്മഹത്യയില്ല. ഇതെല്ലാം മനുഷ്യനാണ്. കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയോ പുരുഷനോ തൂങ്ങി മരിക്കുകയും അല്ല വിഷമടിച്ച് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവും. എന്താ ഇത്ര നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള ആളുകൾ എന്തിനാണ് ഇത് കാണിച്ചത്? അവർക്ക് എത്ര നാളെ സന്തോഷമായിട്ട് 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഹാപ്പിനെസ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? അവരുടെ മൈൻഡായിരുന്നു തടസ്സം. അതാണ് മൈൻഡിനെ ഒന്നാമത്തെ ശത്രുവായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ കാര്യം. ചിന്തകളെ, ഇമേജസിനെ നമ്മൾ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ കാര്യം. വലിയ കാര്യമായിട്ട് ചിലർ ആദ്യമായിട്ട് ഇവിടെ വരുമ്പം ഇവിടെ വന്ന് പറയും അവരുടെ ഒരു സ്പിരിച്വൽ ഹൈക്ക് പറയാനായിട്ട്. നമ്മൾ ഈ സ്പിരിച്വൽ കാര്യമൊക്കെ പറയുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ അവർക്കും കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങൾ അറിയാമെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. എന്തിനാണെന്ന് അറിയില്ല,
ഒരു നമുക്കൊരു റെസ്പെക്ട് കിട്ടുമെന്ന് തോന്നിയിട്ടായിരിക്കാം, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടായിരിക്കും ഒരു വിഷയം പറയുന്നത്. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ദേവിയെ കാണും, അല്ലെങ്കിൽ ബാബാജി എൻ്റെ മുന്നേ വന്ന് നന്നായിട്ട് കാണും, അല്ല അത് ചെയ്യും, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഒരുപാട് പേര് പറയുന്ന ഒരാളൊന്നുമല്ല. എനിക്കും ഇതൊക്കെ അറിയാം, അല്ലെങ്കിൽ എന്തോ ആയിരിക്കാം എന്തോ. പക്ഷെ നമ്മളത് അത് അത് അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയും. അത് അവരുടെ ഒരു പരാജയമാണ് കാണിക്കുന്നത്. ആത്മീയതയിൽ ഏറ്റവും വലിയ പരാജയമാണ് കാണിക്കുന്നത്. നോർമലായിട്ടിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും ഒന്നാമത്തെ കാര്യം. അതോ ഹാലുസിനേറ്റ് ചെയ്യുന്നതാണ്? നോർമലായിട്ടിരിക്കുന്നതാണ് ശക്തി അല്ലേ? അപ്പോ ഹാലുസിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്തിൽ സംഭവിക്കുന്ന കുഴപ്പം ഏതാണ്? പ്രാണൻ മികലോ പൂച്ച നോക്കി അറിയാന്ന് പറഞ്ഞതിന്റെ കാര്യമുള്ളൂ. പൂച്ച ഹാലുസിനേറ്റ് ചെയ്യുന്നില്ല, പൂച്ച ഒന്നും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പൂച്ച നിങ്ങളായിട്ട് കാണും. ഒരു പൂച്ച ഒരു പുഷ്പം കാണുന്നോട്ടല്ല നമ്മൾ കാണുന്നു. പൂച്ച ഒരു പുഷ്പം കാണുമ്പോൾ പുഷ്പം കാണും. നമ്മളൊരു പുഷ്പം കാണുമ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ 4K റെസൊല്യൂഷനുള്ള മറ്റേ ക്യാമറ കിട്ടിയ ഇത് ഒരു നല്ല ഫോട്ടോ എടുത്തിട്ട് പ്രദർശിപ്പിച്ച ആളുകളുടെ കൈയടി വാങ്ങിക്കാം. ഓ, അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഒരു കവിയാണെങ്കിൽ മനോഹര പുഷ്പം അല്ലേ? ഇതിനെക്കുറിച്ചൊരു മനോഹരമായ കവിതയിലൂടെയാണ് അയാൾ അത് കാണുന്നത്. ഞാൻ മനോമയ ആ ഒരു മനസ്സിന്റെ ഇതിൽ ഇരുന്നോണ്ടാണോ മറ്റേ ചിന്തിച്ച് അതാ പറഞ്ഞുതരാം, അതിലേക്കാ വരുന്നത്. അപ്പൊ മനോമയമായ ലോകത്ത് വിരാജിക്കുന്ന അങ്ങനെ ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ അതിന് ഈ പറഞ്ഞ ഒന്നും കാണില്ല. അതിന്റെ എന്ത് കെമിക്കലാണ് അതിനകത്തുള്ളതെന്നായിരിക്കും അയാൾ ആലോചിക്കുന്നത് ഈ പൂ കാണുമ്പോൾ. ശരിയല്ലേ? അപ്പൊ 10 മനുഷ്യന് നിൽക്കുന്നു, 10 പൂച്ചയും നിൽക്കുന്നു. 10 പൂച്ചയും കാണുന്നത് അതിന് പൂവായിട്ടാണ്, 10 മനുഷ്യർ കാണുന്നത് അത് 10 സാധനമായിട്ടാണ്. പൂവാണ് കാണുന്നത്, പക്ഷെ അവര് 10 രീതിയിലാണ് അത് ഇത് ചെയ്യുന്നത്. അതാണ് അതിനകത്തെ കുഴപ്പം. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം രൂപങ്ങളുടെയും ചിന്തകളുടെയും സങ്കല്പങ്ങളുടെ ലോകങ്ങൾക്ക് ആത്മീയതയിൽ അതൊരു പരാജയമായിട്ട് അധോലോകമായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നതിന്റെ കാര്യമാണ്. ചിലർക്ക് ദേഷ്യം തോന്നും ഇത് പറയുമ്പോൾ, നമ്മൾ ഇൻസൾട്ട് ചെയ്തു തോന്നും. കാരണം അവർ വലിയ കാര്യമായിട്ട് ബാബാജിയെ കാണുന്നു അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോ ഒരു ബിൽട്ടപ്പ് ഒക്കെ കൊടുത്ത് കൊണ്ടുവരുമായിരിക്കും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞാലും കാര്യമൊന്നുമില്ല, അത് കുഴപ്പമാന്ന് പറഞ്ഞു, അത് മാനസിക രോഗമാന്ന് പറയും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തകൾക്ക് ഒരു ശകലം പോലും ഇട കൊടുക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് ഈ പ്രശ്നം കൊണ്ടാണ്. ആദ്യം നമ്മളൊരു രമണ മഹർഷി, ഒരു പൂച്ച ഒക്കെ ഒരുപോലെ മനസ്സിലാവുന്നുണ്ട്. ഒരു ബുദ്ധൻ, രമണ മഹർഷി, ഒരു പൂച്ച, ഇതൊക്കെ ഒരുപോലെ. 10 പൂച്ച, ഇവരെല്ലാം പൂവായിരിക്കും കാണും. അതാണ് ഇന്നത്തെ വ്യത്യാസം. മനസ്സിലാവുന്നു? അപ്പൊ നമ്മൾ നാച്ചുറൽ ആവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അല്ലാതെ പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. സ്കൂളിലും അവിടെ ഇവിടെ ചെറുപ്പത്തിലെ നമ്മളെല്ലാവരെയും കണ്ടുമൊക്കെ നമ്മൾ തന്നെ ഒരുപാട് ചിന്തിച്ച് നമ്മളൊരു ഇത് ഉണ്ടാക്കി, നമുക്കൊരു ഇമേജ് ഉണ്ടാക്കി. പൂച്ചയുടെ ഉള്ളിൽ ആ ഇമേജ് ഇല്ല. ആ ഇമേജിന് ഭംഗം വരുമെന്ന് ഭയമില്ല. എൻ്റെ ഇമേജിന് എന്തെങ്കിലും കോട്ടം വരുമെന്ന് അത് പേടിക്കുന്നില്ല, അത് ചെയ്യുന്നു. നമ്മൾ ആലോചിക്കണമല്ലോ, ഞാൻ സ്പിരിച്വൽ ആയിട്ടിരിക്കുന്നവരാണ്, ഞാനിങ്ങനൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പരിമിതപ്പെടും. നമ്മൾ 2 മൈൻഡ് ഉണ്ടാവും, ഡബിൾ മൈൻഡ്. ഒന്ന് ആളുകൾ കണ്ടാൽ എങ്ങനെയാണെന്ന് ചിന്തിച്ച് ഉള്ളിലെടുക്കുന്ന ആ ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ ചിന്തകളുടെ സംഭവം പുറമെ കാണിക്കുന്ന പ്ലസന്റ്. അപ്പൊ ഈ ഡബിൾ മൈൻഡാണ് നമ്മളെ ഉപബോധ മനസ്സായിട്ട് മാറിയിട്ട് 8-ാം വയസ്സ് മുതൽ ഉപബോധ മനസ്സ് ശക്തി പ്രാപിക്കും. 8 വയസ്സ് വരെ കുഞ്ഞ് അവൻ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. അത്ര ഉപബോധ മനസ്സുണ്ടാവുന്നില്ല. 8 വയസ്സ് മുതൽ ഇത് ശക്തി പ്രാപിച്ച് വരും. കൂടുതൽ പവറാവും. പറഞ്ഞ് ചിരിച്ചോണ്ട്. കാരണം അടി കിട്ടും. കൊച്ചു കുഞ്ഞുങ്ങൾ കാണിച്ചാൽ കുഴപ്പമില്ല, നീ എന്താ കൊച്ചു പിള്ളേരുടെ കൊണ്ട് പെരുമാറുന്നതെന്ന് ചോദിക്കും.
കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവൻ്റെ ആ യഥാർത്ഥത്തിലുള്ളതിനെ സപ്രസ് ചെയ്യും. ഇല്ലെങ്കിൽ പറ്റത്തുമില്ല, ഇത് വേറെ വിഷയം, ഇത് ആവശ്യമാണ്. പക്ഷെ നമ്മളിത് പിന്നെ തിരിച്ചു പോകണം. ഇത് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കണം, നമ്മളിത് കറക്റ്റ് ചെയ്തെടുക്കണം, നാച്ചുറൽ ആവാൻ ശ്രമിക്കണം. അപ്പം മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം നമ്മളെ നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സ്. നമുക്ക് കാരണം അറിയാതെ ഉള്ളിൽ നിന്ന് ഓരോന്നോ ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ വരുന്നതിൻ്റെ പിന്നിൽ ഈ ഉപബോധ മനസ്സ് ശക്തി പ്രാപിച്ചതുകൊണ്ടാണ്. അത് മനസ്സ് ഈ സപ്രഷനിൽ നിന്ന്, നമ്മുടെ ഇമേജറി വെളിയിൽ ആൾക്കാരെന്ത് വിചാരിക്കുന്നതിൽ നിന്ന് നമ്മൾ സപ്രസ് ചെയ്യുന്നതിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്നതാണ് സംഗതി. ആ ഉപബോധ മനസ്സ് ശക്തി പ്രാപിക്കുമ്പോൾ അതിലേക്ക് നെഗറ്റീവ് എനർജികൾ വരും. അപ്പോൾ പ്രാണമയ കോശത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് കുഴപ്പമാവും, കൈ നിൽക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് പൂച്ചയുടെ കൂട്ട് ആവാനാണ് നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര ചെയ്താലും നല്ലതാണ്. കാരണം നമ്മൾ നാച്ചുറൽ ആവുക, അവിടെ നമുക്ക് ബോധം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ജപം കൂടിയ പ്രശ്നമാണ്. ജപം ഒരു പരിധി കൂടി കഴിഞ്ഞാൽ കൈ നിൽക്കത്തില്ല കാര്യങ്ങൾ, കുണ്ടലിനി റൈസ് ചെയ്യായി. കാരണം അത് ശക്തി വർദ്ധിപ്പിക്കാണ്, ഇത് ശിവനെ വർദ്ധിപ്പിക്കാണ്. ശക്തി വർദ്ധിക്കുന്നത് ശിവബോധത്തോടു കൂടി അല്ലെങ്കിൽ അത് നെഗറ്റീവാണ്. ഒരു തോക്ക് നമ്മുടെ കയ്യിലിരുന്നാൽ പോസിറ്റീവാണ്. അതേ ശക്തി, അതേ പവർ ഒരു കൊച്ചിന്റെ കയ്യിലിരുന്നാലോ, 2 വയസ്സുള്ള അവന് ബോധമില്ല, ശിവബോധം, പക്ഷെ ശക്തി കിട്ടി. അപ്പൊ എന്ത് സംഭവിക്കും? അവനെ നാശത്തിന് കാരണമാവും. അപ്പൊ ഈ എനർജി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ വയ്യെങ്കിൽ, എനർജി സെൻസിറ്റിവിറ്റി ഇല്ലെങ്കിൽ, ഈ എനർജി ആരുമായിട്ട് ഏത് ടൈപ്പ് എനർജി ആയിട്ടാണ് ബന്ധപ്പെടുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒക്കെ നമുക്കിത് പ്രശ്നം വരും, തിരിച്ചടിക്കും. അതുകൊണ്ടാണ് പ്രത്യാഹാര ധ്യാനം കൂടുതൽ ചെയ്യുന്നത് ഞാൻ പറയാൻ കാരണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറച്ച് കഴിയുമ്പോൾ എനർജി സെൻസിറ്റിവിറ്റി കൂടി ഒരു ആൾ വന്നിരുന്നാൽ തന്നെ, അല്ലെ ബാധയുള്ളവരെ കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാവും. അപ്പോഴേ നിങ്ങൾ അതുമായിട്ട്, പക്ഷെ പുറമേ നല്ലതായിട്ടായിരിക്കും തോന്നും. സാധാരണ ഒരാൾക്ക് അന്നമയത്തിലോ മനോമയത്തിലോ നല്ലതായിരിക്കും, പക്ഷെ പ്രാണമയത്തിൽ നിൽക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യാഹാര ധ്യാനം എത്ര ചെയ്താലും നല്ലതാണ്. എത്ര നേരം ചെയ്താലും നമ്മൾ നാച്ചുറൽ ആവുകയാണ് ചെയ്യുന്നത്, പൂച്ചയുടെ കൂട്ടാവുകയാണ് ചെയ്യുന്നത്, സെൻസറി എക്സ്പീരിയൻസ് ഇരിക്കുകയാണ്. പക്ഷെ ചിന്തകൾ വർദ്ധിക്കുന്ന മെഡിറ്റേഷൻസോ ജപങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ആവാൻ പാടില്ല. എന്നാൽ അത്യാവശ്യം അത് വേണം തന്നെ. നല്ല ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാകുന്ന എനർജിയെ, പ്രാണനെ, ബാധകൾക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് എനർജികൾക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് നല്ല ദേവതകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ബ്രെയിൻ കെമിക്കലിലൂടെ തിരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ദേവി ഉപാസന ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല സ്നേഹമൊക്കെ ദേവിയോട് അമ്മ എന്നൊക്കെ പറഞ്ഞ് ആ ആർക്കിടൈപ്പിലൂടെ കൊണ്ടുവന്ന് നല്ല കെമിക്കൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുണ്ടലിന് ദേവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും അത് നമുക്ക് അനുകൂലമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും. ഇത് ബാധക പോയാൽ ഇതേ പ്രാണം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലേക്ക്, നെഗറ്റീവ് ഓർമ്മകൾ വന്ന് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട്, നമ്മൾ ടെൻസ്ഡ് ആയിട്ട് നമ്മുടെ ലൈഫ് കൂടുതൽ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ വിഷമം വരും, കൂടുതൽ കെമിക്കലും ഇതിങ്ങനെ നശിച്ചു പോവുകയും. അപ്പോൾ താഴോട്ടുള്ള അധോഗതിയിൽ നിന്ന് ഊർധഗതിയിലേക്ക് പ്രാണനെ മാറ്റാനാണ് നല്ല ദേവതകളെ ഉപാസിക്കുന്നത്. നല്ല ദേവതകളിൽ നിന്ന് ഉപാസിച്ചുണ്ടാകുന്ന എനർജി പുറത്തുള്ള നല്ല എനർജികളുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന എനർജി നെഗറ്റീവ് ആണോ പോസിറ്റീവ്, അതൊക്കെ അറിയണമെങ്കിൽ ഈ എനർജി കൂട്ടിക്കൊണ്ടിരുന്ന അറിയാൻ പറ്റുമോ? ഇപ്പൊ 10 എനർജി ഉണ്ട്, അത് നമ്മൾ ജപിച്ച് 100 അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ 100,000 ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ വരുന്ന എനർജീസ് നെഗറ്റീവ് ആണോ ഇല്ലയോ എന്ന് അറിയണ്ടേ? അപ്പൊ അതിന് ജ്ഞാനമയ കോശം ഉണർന്നെങ്കിലേ പറ്റത്തുള്ളൂ. അത് ശക്തി കൂട്ടി അത് ഒരു 10,000 ആക്കിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ കുറെ കൂടെ ജപിക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതപ്പോ തിരിച്ചു കഴിക്കും. ചിലപ്പോ എനർജി തിരിച്ച് ഇങ്ങനെ വരും. ഫേസിനോട്ടുള്ള ഒരു ഇത് കൂടെ ലൈനിൽ കൂടെ അല്ലേ വരണേ. അപ്പം നെഗറ്റീവ് പോസിറ്റീവ് ഒരേ എനർജി തന്നെയാണ് ടേൺ ചെയ്യുന്നത്. ഈ എനർജി എവിടെ തിരിയുന്നു? നമ്മൾ വിട്ട ഒരു പോസിറ്റീവ് കിട്ടാൻ വേണ്ടി വിടുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിട്ടു, ആ എനർജി നെഗറ്റീവിലോട്ട് തിരിയുന്നുണ്ടെങ്കിൽ അത് അറിയണ്ടേ? ഇല്ലെങ്കിൽ അത് തിരിച്ച് നെഗറ്റീവായിട്ട് വന്നിരിക്കില്ല. അപ്പൊ നമ്മളത് മാറ്റി വീണ്ടും പോസിറ്റീവ് ആക്കുമ്പോൾ പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പൊ ആ എനർജി തിരിയുന്നത് അറിയണമെങ്കിൽ എന്ത് വേണം? നെഗറ്റീവ് എനർജി അറിയണം, പോസിറ്റീവ് അറിയണം, സാക്ഷിഭാവം നമ്മളിൽ വേണം. അത് ആ എനർജിക്കകത്ത് നിന്നാ അറിയാൻ പറ്റുമോ? ഇല്ല. അതിനാണ് ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ള ധ്യാന പദ്ധതികൾ നമ്മുടെ സിസ്റ്റത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേക ധ്യാനം ചെയ്യാൻ നമ്മൾ പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിലാ ഉള്ളത്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ മാനസിക രോഗങ്ങളുള്ള ആൾക്കാരെ പഠിച്ചിട്ടാണ് അത് വെച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അത് ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടറിനോട് ഞാൻ എന്തെങ്കിലും മെഡിറ്റേഷൻ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ടൈംസ് പേര് പറയുന്നത് അതിനാണ്.
ചിലരൊക്കെ ചെയ്യുന്നത്, പല രോഗികളോടും അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പ്രത്യാഹാര മെഡിറ്റേഷൻ പോലത്തെ, മീൻസ് അവര് വേറൊരു രീതിയിൽ അത് പറഞ്ഞു കൊടുക്കും, പക്ഷെ നമുക്ക് കറക്റ്റുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അതാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് പ്രാണമയ ലോകത്തെ നിയന്ത്രിക്കണമെങ്കിൽ ജ്ഞാനം കൂടണം, അറിവ്, ജ്ഞാനമയ കോശം, എനർജി അറിയുന്നതാണ് അറിവ്, വേറെ ഒന്നുമല്ല. മറ്റുള്ള പുസ്തകങ്ങൾ പഠിക്കുന്നതല്ല, ഒബ്സർവേഷനിൽ ഊർജ്ജത്തെ അറിയാനുള്ള കഴിവിലേക്ക്, അതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നെഗറ്റീവ് എനർജി പോസിറ്റീവ് തിരിച്ചറിഞ്ഞിട്ട് പോസിറ്റീവിനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുതിയൊരു ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. ആ ക്രിയേറ്റീവ് ആവുന്ന ഒരാളെ പണം ഉണ്ടാക്കത്തുള്ളൂ, വിജയിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടത്തുള്ള ആളുകൾ, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളവരെ ഇഷ്ടപ്പെടത്തില്ല. ആളുകൾക്ക് ഇത് പറയാനൊന്നും അറിയത്തില്ലെങ്കിലും ആളുകൾക്ക് പോസിറ്റീവ് എവിടെ ഉണ്ടോ അത് വേണം. ഇഫ് യു ക്യാൻ പ്രൊഡ്യൂസ് പോസിറ്റീവ്, ദേ വിൽ ഫോളോ യു, ദേ വിൽ ചേസ് യു. അവർ നിങ്ങളെ വിടത്തില്ല. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും നിങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് എനർജി ആണെങ്കിൽ നിങ്ങൾ സക്സസ് ആവും. അത് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഇതിനെ ആഴത്തിൽ പഠിച്ചിട്ടാണ് ഈ പറയുന്നത്, മനസ്സിലാവും. അല്ലാതെ ഉണ്ടാവത്തില്ല. ഇത് സാധാരണ ഒരാൾക്ക് ഇതൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. ചിലർ രക്ഷപ്പെടുന്നു, ചിലർ ഫെയിലിയർ ആകുന്നു. ഈ രക്ഷപ്പെടുന്നവർ എങ്ങനെയോ എക്സ്പീരിയൻസ് കൊണ്ടോ എങ്ങനെയോ ഭാഗ്യം കൊണ്ടോ അവർക്ക് ഇത് മനസ്സിലായി. പക്ഷെ അവർക്കിത് പറയാൻ പോലും ചിലപ്പോൾ അറിയത്തില്ല. പക്ഷെ ഇതിന്റെ സാധനം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാനസികമായിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ സങ്കല്പങ്ങളെയും ചിന്തകളെയും താലോലിക്കരുത്. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. നിങ്ങളൊരു പൂച്ചയെ പോലെ ആകുക, പൂച്ചയെ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ഒരു തരത്തിലുള്ള ഇമേജസും ചിന്തകളും ആവശ്യമില്ല. കാര്യം എന്താ അറിയാവും, നിങ്ങൾ ചിന്തിച്ചിട്ട് വേണ്ട നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളൊരു വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ചവിട്ടണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടല്ല ബ്രേക്ക് ചവിട്ടുന്നത്. അവിടെ ചിന്ത തന്നെ ഉണ്ടായിട്ടാണ് അത് ബ്രേക്ക് ചവിട്ടുന്നത്. ഞാൻ ശ്രീധരനും കൂടി ബ്രേക്ക് ചവിട്ടണം എന്ന് പറഞ്ഞ് ചവിട്ടേണ്ട കാര്യമില്ല. അവിടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ സമയത്ത് 5 സെൻസിന് അസിസ്റ്റ് ചെയ്ത് വന്നോളൂ. പക്ഷെ അവിടെ എനിക്ക് ഇങ്ങോട്ട് തിരിക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകും. ഞാൻ ചിന്തിക്കുമ്പോൾ നാച്ചുറൽ ഫ്ലോയിലാണ് വണ്ടി വെട്ടിച്ച് മാറ്റി നമ്മൾ പോകും. അപ്പൊ സ്വാഭാവികമായ രീതിയിൽ പോകുമ്പോൾ മൈൻഡ് ബോധത്തെ അസിസ്റ്റ് ചെയ്ത്, പ്രാണനെ അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ്. എന്നാൽ മൈൻഡിനെ അസിസ്റ്റ് ചെയ്ത് പ്രാണനും ബോധമൊക്കെ പ്രവർത്തിക്കുമ്പോൾ ക്രൂക്കഡായിട്ട് എങ്ങനെ ഒരാളെ കൊല്ലാമെന്ന് നമ്മൾ ആലോചിക്കും. അത് കർമ്മഫലങ്ങളെ ഉണ്ടാകും. അവിടുന്ന് ഇയാളുടെ മൈൻഡ് മേൽക്കൈ നേടി വീണ്ടും വരികയാണ്. സ്വാഭാവികമില്ല, വീണ്ടും അതിനെ താഴേക്ക് കൊണ്ടുവന്നാൽ മതി. ഇത് ഇങ്ങനെ 3-4 തവണ വീണിട്ടല്ലേ നടക്കാൻ പഠിക്കുന്നത്. ഇതിന്റെ ഭാഗമാണ്. നിരാശയാവണ്ട. നമ്മൾ ആത്മീയതയിൽ പലതവണ വീണാണ് നമ്മൾ ഇത് പഠിച്ചു. അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ കുണ്ടലിനി റൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, കുണ്ടലിനി റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജപിക്കുകയോ ഉപാസന ചെയ്യുകയും നമ്മുടെ പദ്ധതി പ്രകാരം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുണ്ടലിനി റൈസ് ചെയ്യാൻ തുടങ്ങും. ആ കുണ്ടലിനിയെ കറക്റ്റ് റൂട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമായി മാറും. ഭൗതികതയിലും ആത്മീയതയിലും നല്ല ജോലി, നല്ല വരുമാനം, നല്ല വിവാഹബന്ധം, നല്ല കാര്യങ്ങളെല്ലാം കിട്ടുന്നു. പ്ലസ് നിങ്ങൾ സമാധി വരെ, ആത്മസാക്ഷാത്കാരത്തിൽ വരെ എത്താനും പറ്റും. ജന്മമരണ ചക്രങ്ങളും മോചനം വരെ കിട്ടും. പക്ഷേ ഇതേ കുണ്ടലിനി നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം സാധാരണ ജോലിയിൽ ജീവിക്കുന്നവരെക്കാൾ വളരെ വളരെ ദുരിതം പിടിച്ചതായി മാറും. അപ്പൊ സ്വാഭാവികം ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ, കുണ്ടലിനി റൈസ് ചെയ്യാൻ തുടങ്ങും. അത് നല്ലതായിട്ട് വരുവാണെങ്കിൽ നല്ലതായിട്ട് വരും, നെഗറ്റീവായിട്ട് പോലെയാണ് ഭയങ്കര മോശമായിട്ടും വരും. അപ്പം ഈ നെറ്റിയിലൊക്കെ മന്ത്രങ്ങൾ എടുത്ത് ജപിക്കുന്നവരുടെ പ്രശ്നം അതാണ്. ഇവിടെ വന്നാൽ ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കൺസൾട്ടേഷൻ വരും. ഹാലുസിനേറ്റ് ചെയ്ത് സ്കിസോഫ്രീനിയ, ബൈപ്പോളാർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഹാൻഡിൽ ചെയ്തുള്ള പരിചയത്തിൽ നിന്നുകൊണ്ടാണ് കൂടെയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അത് വളരെ മോശമായ അവസ്ഥയിലേക്ക്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ മെഡിറ്റേഷൻസിൽ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെയും സിസ്റ്റങ്ങളുടെയൊക്കെ പ്രാധാന്യം വരുന്നത്. ഈ പഞ്ചകോശുദ്ധി സാധനങ്ങളുടെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അടുത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. ഇനിയാണ് ഇയാളെ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഇത് മനസ്സിലായെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. കുണ്ടലിനി റൈസ് ചെയ്യാൻ പോകും. എല്ലാവർക്കും കുണ്ടലിനി ചെറിയ റൈസിങ് ഫ്ലോ ഉണ്ട്, എല്ലാ മനുഷ്യർക്കെല്ലാം.
അതിനെ കറക്റ്റ് റൂട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെ പവറാക്കി ആ റൂട്ടിൽ കൂടെ പോയാലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഇത് റൂട്ട് തെറ്റിയാൽ ഇത് LT പ്രശ്നമാണ്. അതിലും ഭേദം അതൊന്നും ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഒന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആൾറെഡി റൈസ്ഡാണ്, നമുക്ക് കുറച്ച് ഇഷ്യൂസ് വന്നു, നമ്മളത് കറക്റ്റ് ചെയ്തു സ്വാഭാവികമായിട്ടും. പക്ഷെ വീണ്ടും അത് നെഗറ്റീവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറയാം. ചില ആളുകൾക്ക് കുണ്ടലിനി റൈസ് ചെയ്യുമ്പോൾ സിദ്ധികൾ വരാൻ തുടങ്ങും. സിദ്ധികൾ എന്ന് പറയും, ഒക്കൾട്ട് പവേഴ്സ് എന്ന് പറയും, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് എന്നൊക്കെ പറയും, ക്ലയർ വോയൻസ് എന്നൊക്കെ പറയുന്നത്. ദൂരെയുള്ളത് കാണാൻ പറ്റുക, കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ നേരത്തെ പല കാര്യങ്ങൾ അറിയാൻ പറ്റുക. എനിക്കത് പറയാമെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് പോയിട്ട് പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് ബലിയിടാൻ പോയായിരുന്നു. അപ്പൊ ഞാൻ കണ്ണടച്ച് നിന്നപ്പം അടുത്ത കാണുന്ന ബിൽഡിങ് എന്റെ മൈൻഡ് നേരത്തെ വന്നു. അത് അങ്ങനെയുള്ള കഴിവുകൾ പല ഇവിടെ വരുമ്പോൾ പറയും, ഈ വഴിയെല്ലാം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ ആരോടും ചോദിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. നേരെ കറങ്ങി ഈ അമ്പലവും കുളവും കണ്ടപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട അത് തന്നെയാണ്, അല്ലെ ഞാൻ സങ്കല്പത്തിൽ കണ്ട അത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ കറക്റ്റ് വഴി ചോദിക്കാതെ ഞാൻ ഇങ്ങോട്ട് തിരിയുന്ന പോലും ചോദിച്ചാൽ വന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുപോലെ ഇന്ന സംഭവങ്ങൾ ഇന്ന. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, ഏത് ഘട്ടത്തിൽ വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് ഘട്ടത്തിൽ വെച്ച് നിങ്ങളുടെ മൈൻഡ് ഈ കുണ്ടലിനെ കയറി പിടിക്കാൻ ശ്രമിക്കും. പിടിച്ചിട്ട് ഇതിനെ നെഗറ്റീവായിട്ട് തിരിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയി ആളിനെ സമാധിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഒരാൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഒരാൾ ആത്മീയപരമായി വളരാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് നല്ല ദേവതകളാണോ ചീത്ത ദേവതകളാണോ. ഒരാൾ ആത്മീയപരമായി വളരാൻ തുടങ്ങുമ്പോൾ, കുണ്ടലിന് റൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് നല്ല ദേവതകളാണോ ചീത്ത ദേവതകളാണോ. ചീത്ത ദേവതകളാണ്. എന്തുകൊണ്ടാണ്? അവർക്കാണ് ബന്ധം ആൾക്കാരുമായിട്ട്. എപ്പോഴും എപ്പോഴും നമ്മൾ വിഷമിച്ചൊക്കെയാണ് നടക്കുന്നത്. ഹാപ്പിയായിട്ട് നടക്കുന്ന ഒരു അപൂർവമല്ലേ, ഇല്ലല്ലോ. അപ്പൊ ഈ ആദ്യം അറിയുന്ന ഇവരാണ്. അപ്പൊ ഇവരൊരു ബെൽറ്റങ്ങ് തീർക്കും. അണ്ടർസ്റ്റാൻഡ്. ഇവനെ എന്ത് ചെയ്താലും ഉയർന്ന ലോകത്തേക്ക് വിടത്തില്ല. നല്ല ദേവതകൾക്കും കൊടുക്കത്തില്ല, അതിലൂടെ ഉയർന്ന സമാധി വരെ ഇവനെ വിടത്തില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അവര് എല്ലാ വിധത്തിലും പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കോട്ടുക വരും, അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല. വിളക്ക് കത്തിച്ച അടിയുള്ള വീടുകളുണ്ട്. വിളക്ക് കത്തിക്കാൻ പേടി തരുമേന്ന് പറയും. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അന്ന് അടിയാ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വിളക്ക് കത്തിക്കാറില്ല. അപ്പൊ പോസിറ്റീവിലേക്ക് ഒന്നിലേക്കും വിടത്തില്ല. അപ്പോ അത് പിടിക്കുന്ന സമയം കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ എപ്പോഴും ഒരു നെഗറ്റീവ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെ ഈ സാധനങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് വേണം ഇതിനെ അതിജീവിച്ച് പുറത്ത് കയറി വരാൻ. അപ്പൊ ഏത് ഘട്ടത്തിലും ഇതുങ്ങള് ഈ ആളിനെ ഏത് ചക്രത്തിലെ ഉയർച്ചയിൽ ഏത് ചക്രത്തിൽ വെച്ചിട്ടും തിരിയാം നെഗറ്റീവായിട്ട്. ഇപ്പൊ ഇവിടം വരെ എത്തിയാൽ, വിശുദ്ധി വരെ എത്തിയാലും തിരിയാം, ആജ്ഞ വരെ എത്തിയാലും തിരിയാം, സമാധി അസ്രാജം വരെ എത്തുന്നതിന് മുമ്പ്. അപ്പൊ ഏത് ഘട്ടത്തിലും ഒരാൾ വഴിതെറ്റി പോവാം. അതുകൊണ്ട് വളരെ വിജിലന്റ് ആയിരിക്കാനാണ് പ്രത്യേകതയാണ് ചെയ്യാൻ പറഞ്ഞത്. മൈൻഡിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ആദ്യത്തെ ഘട്ടം ഈ മൈൻഡ് ഉള്ളതുകൊണ്ട് വലിയ പാട്, അത് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് കുറച്ചുകൂടെ. ഈ മൈൻഡിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമുണ്ട്. പക്ഷെ അത് ചെറിയ പണിയല്ല, വലിയ പണിയാണ്. അതാണ് ഏറ്റവും വലിയ പണി. ഇതിനകത്ത് ആക്കിയൊക്കെ എളുപ്പമാണ്. അപ്പൊ അതൊരു വലിയ പ്രോസസ്സാണ് മൈൻഡിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അത് നമ്മുടെ ഈ നോവലിനകത്ത് പറയുന്നുണ്ട്, കാളയുടെ 10 ചിത്രങ്ങൾ സെൻ ഗുരുക്കന്മാർ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി. മൈൻഡിനെ പ്രതീകമാണ് കാള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സിദ്ധികൾ ഉണ്ടാവും കുണ്ടലിന് റൈസ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഒരു സിദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം വരും. ആദ്യം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നു. പറയട്ടെ, അതൊരു സിദ്ധിയാണ്. നമ്മൾ പഠിക്കാൻ പറ്റുന്നു. ഇപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപാസന തുടങ്ങിയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത്രയും നാളും പറ്റാതിരുന്ന കാര്യങ്ങളെല്ലാം പറ്റുന്നു. കോൺസെൻട്രേഷൻ കിട്ടി, നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു. എന്താ പറഞ്ഞാൽ 2 മാസം കൊണ്ട് 2 വർഷം കൊണ്ട് പഠിച്ച കാര്യം 1 മാസം കൊണ്ട് പഠിച്ചു തീർത്തുന്നു. അതൊരു സിദ്ധിയാണ്. ഇങ്ങനെയുള്ള സിദ്ധികൾ കഴിവുകൾ നമുക്ക് വരാൻ തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നേരത്തെ അറിയാൻ പറ്റുള്ളൂ. ഇന്ന പോലെ സംഭവം. ആ ഒരു കഴിവിനെ ഈ മൈൻഡ് കയറിയിട്ട് നെഗറ്റീവായിട്ട് മാറ്റും. എങ്ങനെ? നമ്മൾ
പലരും പറഞ്ഞു എൻ്റെ ഇന്ന അങ്കിള് ഇന്ന് മരിക്കുമെന്ന് കണ്ടു. ആൻറ്റി ഇടയ്ക്ക് പറയണം. ഞാൻ എൻ്റെ വിളിച്ചു ചോദിച്ചു, അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വിളിച്ചു ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് വിളിച്ച് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് രാവിലെ കേൾക്കുന്നു, രാത്രി പറഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആളും മരിച്ചു. അപ്പോൾ ആ ചേച്ചി വിളിച്ച് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഒരു കുഴപ്പമില്ലാത്ത ആളാണ് ഭർത്താവ്, എന്തുകൊണ്ട് മരിച്ചു? അപ്പം അതിൽ പിന്നെ ആശാന് പേടിയാ. അങ്ങനെ പല ഇൻസിഡന്റ് ആയി. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഒരാളല്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ ഇവരുടെയൊക്കെ നമ്പർ തരാൻ വേണം പറഞ്ഞാണ്. ഇവിടെ എല്ലാവരും വന്ന് ചാടും, എല്ലാ സംഭവങ്ങളും മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇതൊരു കോമൺ സംഭവമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആദ്യം ഇത് നല്ലതായിട്ടായിരിക്കും 1-2 വരുന്നത്. പിന്നെ ഈ ചീത്ത വരുമ്പോ ഈ ചീത്തക്ക് ഭയങ്കര പവറാണ്. ഇത് കയറി അങ്ങ് പിടിച്ചിട്ട് അയ്യോ ഇനി ഞാൻ ചിന്തിക്കുന്നോട്ട് എല്ലാം വരുമെന്ന് ആലോചിച്ച് മാനസിക രോഗത്തിലേക്ക് വീണ്ടും ആളുകൾ വീഴും. എന്നിട്ട് ഈ ബാധകൾ അപ്പൊ കൂടെ പിടിച്ച് വീണ്ടും തിരിച്ചു കയറി ഇയാളുടെ ജീവിതം. നമ്മൾ വളരെ പാടുപെട്ടാണ് ബാധയെ മാറ്റിയത്. ഒരുപാട് കഴിയുമ്പോ പോയി. അപ്പം ആ അവസ്ഥയിലേക്ക് വീണ്ടും വേറെ ബാധകൾ അതൊക്കെ പോയ വേറെ സാധനങ്ങൾ കയറിയിട്ട് ഇയാളിനെ വീണ്ടും നശിപ്പിക്കും. അത് അങ്ങനൊന്നും പേടിക്കണ്ട. അപ്പൊ ഇത് നമ്മൾ കോറിലേറ്റ് ചെയ്യും ബ്രെയിൻ. അങ്ങനെയുള്ള ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. ഇത് സൈക്കോളജിക്കലി നമ്മളെപ്പോഴും ഒരു കോറിലേഷനിലാണ് കാര്യങ്ങൾ അസസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കോറിലേഷനകത്തിൽ കയറി കളിക്കുന്ന ബാധകൾ ഇത് എവിടെയൊക്കെ കളിക്കും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്നിട്ട് ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും പിന്നെ വരുന്നതെല്ലാം. ഇങ്ങനെയുള്ള സ്കില്ല് മുഴുവൻ എന്തിലോട്ട് കയറും? എന്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യും? ഇപ്പൊ ഞാനിപ്പോ ആസ്ട്രോളജി നോക്കുന്നു. ആദ്യം നമ്മൾ പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിക്കോണമെന്നില്ല. പക്ഷെ പിന്നെ നമ്മുടെ ന്യൂറോ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കറക്റ്റായിട്ട് വരാനുള്ള ഒരു സ്കില്ലിലേക്ക് നമ്മൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്കില്ല് എന്ന് പറയുന്ന സംഗതി നെഗറ്റീവായിട്ട് ചിലർ സ്കില്ലുണ്ട് ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഹാക്കിങ് ചെയ്യുന്നവരില്ലേ ഭയങ്കര സ്കില്ലുള്ളവരാ. പക്ഷെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ഒക്കെ ഹാക്ക് ചെയ്യുന്നവരൊക്കെ ഇല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സ്കില്ല് എന്ന് പറയുന്ന സാധനം നെഗറ്റീവോ പോസിറ്റീവോ അല്ല. പക്ഷെ അത് നെഗറ്റീവിലോട്ടോ പോസിറ്റീവിലോട്ടോ കണക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രശ്നമാവും. അപ്പൊ ഇവരുടെ ഈ സ്കില്ല് മുഴുവൻ ഈ ബാധകൾ പിടിച്ചിട്ട് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത് ഇതങ്ങ് കൂട്ടും. അപ്പൊ നെഗറ്റീവായ അനുഭവങ്ങൾ വരുമ്പോൾ ഇവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. ചിന്തിച്ചാൽ അതുപോലെ നടക്കൂന്നൊക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാണ് ഈ സ്കില്ലൊന്നും നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ ചിന്തകളെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഫസ്റ്റ് അന്ന് ചിന്തിക്കുന്നില്ല, അങ്ങ് തീരുമാനമുണ്ട്. വേണ്ട സമയത്ത് വേണ്ട ചിന്ത വന്നോളൂ. നമ്മൾ കാർ ഓടിക്കുന്നോട്ടാണ് സംഗതി. നമുക്ക് തോന്നിട്ട് നമ്മൾ ചിന്തിച്ചില്ല ഇത് ശരിയാവുമെന്നൊക്കെ. അങ്ങനൊന്നുമില്ല. നാച്ചുറലി വന്നോളും. പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ചിന്ത സ്റ്റോപ്പ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും സംഭവിക്കത്തില്ല. ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യുക. മനോമയ കോഴ്സ് അതിനാ പ്രത്യേകം ക്ലിയർ ആയിട്ട് ചെയ്യണം. അതായാലും ചീത്തയായാലും നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് ഒരുപാട് ആളുകളുടെ എഫർട്ടുണ്ട്. ഒരു കാര്യം സംഭവിക്കണം. ഇതൊരു പ്രപഞ്ച നിയമത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് എന്റെ നോവലിന്റെ പബ്ലിഷിംഗ് ആണ് ഈ പറഞ്ഞ ഞായറാഴ്ച. ഈ 4 ദിവസം പരിപാടികളൊന്നും വെച്ചിട്ടില്ല. ആര് വെച്ചിട്ടില്ല? അല്ല, ഇതിന് ശേഷം ഫുള്ള് ടൈറ്റാണ്. ഞായറാഴ്ചക്ക് ശേഷം ഒരു കംപ്ലീറ്റ് പരിപാടി. ഈ 4 ദിവസം വരെ ഭയങ്കര പരിപാടിയായിരുന്നു. ഈ 4 ദിവസം ആരും കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല, ആർക്കും വേണമെന്നും പറഞ്ഞിട്ടില്ല, പരിപാടി ആയിട്ടില്ല, വെച്ചിട്ടില്ല. എങ്ങനെ 3 മാസം മുമ്പ് പ്ലാൻ ചെയ്തിട്ടാണ്. ആര് പ്ലാൻ ചെയ്തു? ഞാനല്ല, എനിക്കറിയത്തില്ല. നാച്ചുറലി വന്നിരിക്കുന്നതാണ്. നാച്ചുറലി എന്ന് പറയുമ്പോൾ അത് പ്ലാൻ ചെയ്യാതെ അങ്ങനെ വരുമോന്ന് എനിക്ക് സംശയം. ആരെങ്കിലും പ്ലാൻ ചെയ്യാതെ അങ്ങനെ വരുമോന്നാണ് എനിക്ക് സംശയം. കാരണം ഈ നോവല് പ്രിന്റ് അടിച്ച് കിട്ടിയെങ്കിലേ നമുക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രിന്റ് അടിച്ച് കിട്ടുമല്ലോ എന്ന് അറിയത്തില്ലായിരുന്നു. 2 മാസം കഴിഞ്ഞ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നത്.
പുണ്ടടിച്ച് എന്ന് വരുമെന്ന് അറിയത്തില്ല, വന്നിട്ടൊക്കെ ചെയ്യാം. പുണ്ടടിച്ച് വന്നു കഴിഞ്ഞ ദിവസം. ഇത് വന്നിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ, 3 ദിവസം ഉണ്ടായതേ ഉള്ളൂ. എളുപ്പം പ്ലാൻ ചെയ്തു. അതിന് വേണ്ട ആൾക്കാരൊക്കെ വന്നു. ഒരു സ്വാമി, ഭാഗ്യാനന്ദഗിരി സ്വാമിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഗിരി മഹാരാജൻ ജൂനാകാരെ അദ്ദേഹത്തെ കിട്ടി ഭാഗ്യത്തിന്. ഇതെല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ലോകത്ത് ആർക്കും. എൻ്റെ ചാർട്ട്, പ്രോഗ്രാമിൻ്റെ ചാർട്ട് ഞാൻ വേണം കാണിച്ചു തരാം. ഈ ദിവസം 4 ദിവസം ഒഴിച്ചിട്ടിരിക്കുക കഴിഞ്ഞാൽ. അപ്പോൾ ഈ 4 ദിവസം ഒഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്ലാൻഡ് ആയിട്ട് ചെയ്തെന്നല്ലേ പറയുന്നത്. ലോകത്താരും ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാനിത് പ്ലാൻഡ് ആയിട്ടല്ല. എൻ്റെ വൈഫിനറിയാം. പിന്നെ വൈഫ് നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒത്തുകൊണ്ടാണ് പറയത്തുള്ളൂ. അപ്പോൾ ഇത് ആരാണ് ഇത് എൻ്റെ മൊത്തം കാര്യം ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊരു അത്ഭുതമൊന്നുമല്ല. എൻ്റെ ലൈഫ് മുഴുവൻ ഇങ്ങനെ ആയി മാറി. അപ്പൊ നമ്മളില്ല എന്നുള്ള അവസ്ഥയിൽ എത്തി. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ഒരു പൂച്ചയുടെ ഉള്ളിൽ ഒരാളില്ല എന്ന് പറഞ്ഞ കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരാളില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ശ്രീധരൻ നമ്പൂതിരി ചെയ്യുന്നു എന്നുള്ള സാധനം ഇല്ല എന്ന് പറയാൻ കാരണം ഈ അനുഭവം മുഴുവൻ ഇങ്ങനെ ആയി നമ്മളെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ നഷ്ടപ്പെട്ടു പോയി. നമ്മളില്ലല്ലോ. നമ്മളിലൂടെ ഈശ്വരനാണ് ഈ പ്രവർത്തിക്കുന്നതല്ല. ഇടിയിടുന്നുണ്ടോ? അപ്പം ഇത് തിരിച്ചറിഞ്ഞു ഞാൻ. മറ്റുള്ളവർ പലരും തിരിച്ചറിയുന്നില്ലാന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിനകത്തുള്ള ഡീവിയേഷൻ വരുന്ന കുളമാക്കുന്നത് നമ്മൾ വരുമ്പോഴാണെന്നായി പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യാൻ പോയത് കുളമാവും. ഞാനിത് ഇന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാനിത് ചെയ്യുവാണെങ്കിൽ ചിലപ്പം പ്രിന്റ് വരാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അടുത്ത ദിവസമാണ് ഇത് ഫിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കിത് പരിപാടി ഉദ്ദേശിച്ചുകൊണ്ട് നടക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ചെയ്യുമ്പോൾ ഇത് മൊത്തം പ്രശ്നമാകും. കാരണം ഒരുപാട് കാര്യം ഒത്തു വന്നെങ്കിലേ നടക്കത്തുള്ളൂ. ഈ ഒരുപാട് കാര്യമെല്ലാം ഒത്തുവരിക്കാൻ വലിയ പാടാണ് നമ്മൾ വിചാരിച്ച. പക്ഷെ നമ്മൾ ഇതിങ്ങനെ നടക്കുക. അപ്പൊ അവിടെ എല്ലാം അതിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നു. റിയാക്ഷൻ ആയിട്ട് മാറുന്നു ലൈഫ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പോയി ചെയ്യുന്ന, റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വന്നു ഈ ഇത്രയും ദിവസം ഒഴിവുണ്ട് അത് ചെയ്യാം. റിയാക്ഷൻ അത് ഒഴിവുണ്ട്. അപ്പൊ അത് കറക്റ്റ് എല്ലാം ഒത്തു വന്നു. അവരെ വിളിച്ചപ്പോൾ കിട്ടി, ഇതേപോലെ പിടിച്ചത് ചെയ്ത് പോയി. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് മെഡിറ്റേഷൻ. ലൈഫ് മെഡിറ്റേഷൻ ആക്കി മാറ്റാൻ ഉദ്ദേശിക്കും. അവിടെ നമ്മളില്ല. അപ്പൊ അത് റിയാക്ഷൻ ആക്കി മാറ്റാം. അതൊരു ഒറ്റ ദിവസം കൊണ്ട് ഇത് പറ്റത്തില്ല. ഇത് ലൈഫ് ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ അതൊരു റിസ്ക് പിടിച്ച സംഭവം. തുടക്കത്തിൽ ഒരാൾക്ക് എടാ ഇങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ ഒരാൾക്ക്? പ്ലാനിങ് ഇല്ലാതെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തില്ല എങ്ങനെയാന്ന് തോന്നും. ഞാൻ പ്ലാൻ ചെയ്യാതെ എങ്ങനെയാന്ന് തോന്നും. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിലും അത് നമ്മളല്ലത്. എന്നാൽ നമ്മൾ ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ നമ്മളാ ചെയ്യുന്നത്. അത് ശരിയാ, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മുടെ ഒരു എഫർട്ടും ഒക്കെ അവിടെ ഉണ്ട്. നമ്മൾ റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കപ്പെടാൻ വലിയ പാടുള്ള സബ്ജക്റ്റാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കോടാനുകോടി ഗാലക്സികളിലുള്ളിൽ വളരെ ഒരു പൊട്ട് പോലെയുള്ള ഒരു സാധനമാണ് സൂര്യൻ, സോളാർ സിസ്റ്റം. നമ്മൾ പടം കാണുന്നത് അതിനകത്തിലെ ഏറ്റവും വലിയ ഒരു പല ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹത്തിൽ നമ്മൾ വന്നിട്ട് നിന്ന് അതിനും ഇത്രയും വലിയ നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് സത്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇത്രയും വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമാണ് ഞാൻ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഈ പൂച്ചയുടെ കൂട്ടായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ ഒരു തോന്നൽ വരുന്നത് എത്രമാത്രം തെറ്റാണ്. അതൊരു ഈ തിരിച്ചറിവിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. ഈ ഒരു തിരിച്ചറിവ് എനിക്കും ഉണ്ടാകുമ്പോൾ ഞാൻ സമർപ്പിതനായി നേരെ എന്തോ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ഞാൻ മാറുന്നു. അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ആവുന്നില്ല. വലിയൊരു ഫ്ലോയുടെ വലിയൊരു സിസ്റ്റത്തിന്റെ ഒരു ജസ്റ്റ് ഒരു പ്രയോക്ത ഒരു ചെയ്യുന്നു. പേന കൊണ്ട് എഴുതുമ്പോൾ പേന ആലോചിക്കുന്നുണ്ടോ ഞാൻ എഴുതുന്നുണ്ടെന്ന്? എന്നാ പേനയല്ലേ എഴുതുന്നത്? ഇതുപോലെ നമ്മളൊരു സംഭവമായിട്ട് മാറും. ലീഡർഷിപ്പ് ഈസ് ആൻ ആക്ഷൻ, നോട്ട് എ പൊസിഷൻ എന്ന് പറയും. ലീഡർഷിപ്പ് ഞാൻ പ്രസിഡന്റാണ് എന്നതിന്റെ ഈ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആക്ഷൻ ആണോ പൊസിഷൻ ആണോ?
യഥാർത്ഥത്തിൽ അത് ആക്ഷനാണ്. ആ ആക്ഷൻ ചെയ്യുന്നില്ല പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ആക്ഷൻ ആകണം, അല്ലാതെ അതൊരു പൊസിഷൻ അല്ല. ഒരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതൊരു ആക്ഷൻ ആകണം, അതൊരു പൊസിഷൻ അല്ല. ഇത് പൊസിഷൻ ആകുമ്പോൾ അത് ദുഷിക്കുന്നത്, അവിടെ വ്യക്തി വരും, വ്യക്തിത്വം വരും, ഈഗോസ് വരും, സംഭവങ്ങൾ വരും, അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. അപ്പം ഞാനൊരു ഗുരുവാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പോയി, അവിടെ ഒരു വ്യക്തിത്വം വരുന്നു, ഒരു ആശയങ്ങൾ വരുന്നു, സംഭവങ്ങൾ വരുന്നു. അപ്പൊ നമ്മളിവിടെ എന്താണ് നമ്മള് പ്രസന്റിൽ നമ്മുടെ കർമ്മം ചെയ്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി. അതിലൂടെ ഈശ്വരീയത വരുമ്പോ അത് നല്ലതാവും, അത് ബാധകൾ വരുമ്പോ അത് അസുരന്മാർ വരുമ്പോ അത് മോശമായിട്ട് മാറും. അതൊക്കെ വന്നോട്ടെ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചത്തുപോയാ എന്താന്നേ? ഇത് ഇത്രയും വലിയ ഗാലക്സിയിൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ നമ്മൾ അനന്തകാലം നിൽക്കാൻ പോകുന്നില്ല. വന്നോട്ടെ പൊക്കോട്ടെ, ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻസും കൊടുക്കണ്ട. കാര്യം എന്താ അറിയോ, നമ്മൾ ചിന്തിക്കുന്ന എല്ലാം നടക്കത്തില്ല. നമ്മളൊരു ദിവസം 72 ലക്ഷം അത്ര എന്തോ കണക്ക് പറയും, 72,000 72 ലക്ഷം എനിക്കറിയത്തില്ല, അത്രയും ചിന്ത ഒരു ദിവസം പോകുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. അതിൽ നിന്ന് 1 2 ചിന്തയായിരിക്കും നടക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ഇത് കോറിലേറ്റ് ചെയ്യണം, മനസ്സിലാവുന്നു? എന്നാൽ നടന്ന 2 നല്ല ചിന്ത കാണും, നമ്മൾ അത് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ അവന് മിക്കവാറും കൊച്ചുങ്ങൾ ഉണ്ടാകാതിരിക്കുക കുറെ നാളായിട്ട്. ആ പെണ്ണിന് ചിലപ്പോൾ മിക്കവാറും ഗർഭിണിയാവും. തോന്നൽ തോന്നി അടുത്ത ദിവസം അവര് ഗർഭിണിയാന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ആലോചിച്ചതേ ഉള്ളൂ, നമുക്ക് അതിന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. നേരെ മറിച്ചില്ല, മറ്റേ അങ്കിൾ വണ്ടി ഇടിച്ച് മരിക്കുമെന്ന് തോന്നി മരിച്ചു. ഇതിനേതാ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഒന്ന് ജനനം ഒന്ന് മരണമാണ്. നമ്മൾ ഇതിന് രണ്ടും ഈക്വലാണ്, നമ്മളെ ബാധിക്കുന്നില്ല ഒന്നും. പക്ഷെ നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? പ്രാധാന്യം കൊടുക്കാനും 50-50 അല്ലേ കൊടുക്കുന്നു. പ്രാധാന്യം കൊടുക്കും, അത്രേ ഉള്ളൂ, പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ ഈ 72,000 ചിന്തകൾ ഒരു ദിവസം വന്നു പോകുന്നില്ലേ? നമ്മള് സെലക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെ വരുന്നതിന്റെ പുറകെ പോവാം. അങ്ങനെ പോകാതിരുന്നെങ്കിൽ പ്രശ്നം മാറും. നമ്മൾ തന്നെ വരുന്ന ചിന്തകളുടെ പുറകെ പോവാ, ബോധമൊന്നുമില്ലാതെ. അത് നമ്മളെ പലയിടത്തും കൊണ്ടിരിക്കും. അപ്പൊ എന്താ, മെഡിറ്റേഷൻ ധ്യാനം കൃത്യമായിട്ട് ചെയ്യണം. അപ്പം നമ്മൾ ബോധത്തിലിരിക്കുമ്പോൾ ഈ ചിന്തയൊന്നും നമ്മളെ വലിച്ചുകൊണ്ട് പലയിടത്തും ഒന്നും പോകാൻ അനുവദിക്കില്ല. അത് നെഗറ്റീവ് ചിന്ത എടുക്കുന്നില്ലെന്ന് പറയാൻ പറ്റും. നമ്മൾ ചിന്തയെ വേണ്ട, നമുക്ക് വന്നോട്ടെ. വരണ്ടാന്ന് പറയുമ്പോ ഇരട്ടി വരും. ഇത് ചിന്തിക്കില്ലെന്ന് ചിന്തിച്ച് ഇത് തന്നെ വരും. വന്നു പൊക്കോട്ടെ, ഇത് ആരും മൈൻഡ് ചെയ്യുന്നു? നമുക്ക് 100 കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കാനില്ല. അതെ, ഇഗ്നോർ ചെയ്യാന്നുള്ള ഇതിനകത്ത് നമുക്ക് വേറെ എന്തെല്ലാം ഫോക്കസ്ഡ് ആയിരിക്കണോ ഇതൊന്നും ചിന്തിക്കത്തില്ല. അവന്റെ കർമ്മത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. ആ കർമ്മയോഗത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഗീതയിൽ പറയുന്നു. നിങ്ങളൊരു പേനയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഈശ്വരൻ എഴുതുന്ന ഒരു പേന മാത്രമാണ് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു, അന്ന് നിങ്ങൾക്ക് സകല മാനസിക പ്രശ്നങ്ങൾ മാറും. ഇത്രയും വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായി നിങ്ങൾ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ജനിച്ചത്, അല്ലല്ലോ. നമ്മുടെ ഭാഗം കണ്ടാൽ നമ്മളാണ് ഈ ലോകം ഉണ്ടാക്കിയെന്നുള്ളതാണ്. അതും കടന്നിട്ട് നമ്മളാണ് ഈ അടിവരെ ഉണ്ടാക്കിയത്, നമ്മളാണിപ്പോ. മനസ്സിലാകുന്നുണ്ടോ? ചിലത് നമ്മൾ അറിയുന്നു എന്നുള്ളൂ നേരത്തെ. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആ സ്കില്ല് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. ഇങ്ങനെ എന്ന് വിടാറുണ്ടല്ലോ. ജനലടയ്ക്കാത്തോണ്ടേ വായു അങ്ങോട്ട് പോവാതെ അകത്തോട്ട് ആയിരിക്കും.
അപ്പം മനസ്സിലാവുന്നുണ്ടോ? നമ്മളിത്രയും അപ്പം നമ്മൾ ഈ സത്യലോകത്തെ അറിയാത്തത് കൊണ്ടാണ് എല്ലാ മാനസിക പ്രശ്നം വരുന്നത്. സത്യത്തോട് പ്രതിപത്തി ഇല്ലാതിരിക്കുക, എൻ്റെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക, അതാണല്ലോ ജീവിതത്തിൽ ദുരന്തം എന്ന് പറയുന്നത്. സത്യം എത്ര കൈപ്പേറിയതാണെങ്കിലും ഞാൻ അംഗീകരിക്കും. അതിനോടുള്ള സ്നേഹം അത് ഈശ്വരനാണ്. അങ്ങനെയുള്ളവരെ ജീവിതത്തിലും വിജയിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് കള്ളവല്ലേ? നിങ്ങൾ എനിക്ക് ഞാനൊരു കച്ചവടക്കാരനാണ്, എൻ്റെ കച്ചവടം പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ ജീവിതത്തിൽ സത്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചിന്തിച്ചിട്ട് അവിടെ ഒരു സംഭവം നടക്കുന്നു സങ്കല്പിക്കാതിരുന്നാൽ തന്നെ അത് സത്യമല്ല. പക്ഷെ നിങ്ങൾക്ക് ചിലത് അറിയാൻ പറ്റും. അതല്ലേ നമ്മുടെ ഒന്നാമത്തെ, അത് ക്ലാരിറ്റി വേണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാലേ നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. ഇപ്പം നാളെ തെങ്ങ് മറിഞ്ഞ് വീണ് ആ റോഡിൽ ഒരാൾ മരിക്കും. എൻ്റെ റോഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു തെങ്ങ് മറിഞ്ഞ് വീണ് മരിക്കുന്നു. പിറ്റേന്ന് അതുപോലെ അങ്ങ് മരിച്ചു. ആ തെങ്ങ് നമ്മൾ തെള്ളിയിട്ടാണ്? അല്ല, അല്ല. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞു നേരത്തെ, അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ പകുതി ഉത്തരവാദിത്വം അതിനകത്ത് ഇത് മാറിയില്ലേ, ഫ്രീ ആയില്ലേ? പക്ഷെ നമ്മളത് ചിന്തിച്ചുകൊണ്ടാണ് അതങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാകും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പേടിയാവും, ഞാൻ എങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ വരുമോ? ഇത് ക്ലാരിഫൈ ചെയ്യണം ആദ്യം സ്വയം. നിങ്ങൾ ചിന്തിച്ചിട്ടല്ല ഇതൊന്നും ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആരും ഉണ്ടാക്കാൻ ആരുമല്ല, ഒന്നുമല്ല. ഈ ഗാലക്സിയിലെ ചെറിയൊരു സംഭവമാണ് ഒന്ന്. അപ്പൊ നിങ്ങളുടെ അതിന് കർത്തൃത്വം ഭോക്തൃത്വം വേണ്ട. രണ്ട്, നമ്മൾ അറിയുന്നു. അതൊരു വിഷയമാണ്. നമ്മൾ നേരത്തെ നെഗറ്റീവും എല്ലാം നേരത്തെ അറിയും, പോസിറ്റീവ് ഒന്നും അറിയുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. ആ നെഗറ്റീവ് അത് നമ്മൾ നേരത്തെ അറിയുന്നു. നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവോ ഇമോഷണൽ ആവോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കെമിക്കൽസ് നെഗറ്റീവ് ആവൂലേ? അപ്പൊ അവിടെ എന്താ നാർക്കോട്ടിക് അനാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? നാർക്കോട്ടിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് കുത്തിവെച്ച് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പ്രതികളുടെ ഉള്ളിലുള്ളത് അറിയാം. ബാബയ കേസിലെ വീഡിയോ വിളിക്കപ്പെട്ടു. ഇന്ന് ഡ്രഗ്സ് കുത്തിവെച്ചിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യും. എളുപ്പം ഹിപ്നോട്ടൈസ് ചെയ്യാം. അല്ലാതെ ഒരാളെ ചെയ്യുന്നതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ബാധകൾ കയറുന്ന ഹിപ്നോട്ടൈസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഹിപ്നോട്ടൈസ് ചെയ്ത് ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് നിങ്ങളുടെ ബോഡി എൻ്റെ ബോഡിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യിക്കാം. ശരീരം പോയി കഴിയുമ്പോഴും ഞാൻ ഇതുപോലെ ഹിപ്നോട്ടൈസ് ചെയ്താൽ അറിയുന്നില്ല എന്നുള്ളത്. മറ്റേ കാണാൻ പറ്റുന്നവർ വേണ്ടാന്ന് പറയാം. മറ്റേ നമുക്ക് ഉള്ളിൽ ഇരുന്നിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യും, എന്നിട്ട് ഈ ബോഡി എടുക്കും. ആ ഹിപ്നോട്ടൈസ് ചെയ്യണമെങ്കിൽ ആ കെമിക്കൽ ചേഞ്ചസ് അവിടെ ഉണ്ടാവണം. ഈ ഡ്രഗ്സ് കുത്തിവെച്ചാൽ വേഗം ആ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. അതേ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് ഇമോഷണൽ ദേഷ്യം വിഷമം ഒക്കെ വരുമ്പോൾ ആ ഡ്രഗ്സ് തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. കുത്തിവെക്കേണ്ട കാര്യമില്ലെന്ന്. വേഗം അവർക്ക് ഹിപ്നോട്ടൈസ് ചെയ്ത് കയറാൻ എളുപ്പമുണ്ട്. സോ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവാതിരിക്കുക. അതിന് കുറച്ച് വേദാന്തമൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ജനമരണങ്ങളൊന്നും ഇല്ലെന്നും ഗീതയൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. അങ്ങനെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യണം. അർജുനന് കൃഷ്ണൻ കൊടുത്ത മോട്ടിവേഷൻ അല്ലേ ഗീത. ഇതൊക്കെ കേട്ട് മനനം ചെയ്ത് നിങ്ങളൊരു നല്ല ഫിലോസഫി ഉണ്ടാക്കിയെടുത്താൽ എന്ത് വിഷമം വന്നാലും എന്ത് സംഭവം വന്നാലും നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവുകയോ വിഷമിക്കുകയോ ചെയ്യത്തില്ല. അപ്പോൾ ഒരു സാധനത്തിന് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കയറാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഇത് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഇമോഷണലായി ഈ കെമിക്കൽ വന്നിട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് കയറി നിങ്ങൾക്ക് ഓട്ടോമോട്ടോർ മൂവ്മെന്റ് തുടങ്ങും. ഓട്ടോമോട്ടോർ മൂവ്മെന്റ് എന്നാണ് ഇത് പറയുന്നത്. ബോഡി സ്വയം അറിയാതെ മൂവ് ചെയ്യുക. മോട്ടോർ മൂവ്മെന്റ്സ് എന്നാണ് നമ്മുടെ ശരീരത്തിലെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓട്ടോമോട്ടോർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ്മെന്റ് വരിക. ചെല്ലിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പോകും സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടൊക്കെ. ഇത് ബാധ വരുന്നുണ്ട്. ഇതിലോട്ടൊക്കെ വരുന്നതിന്റെ കാര്യം അതാണ്. പിന്നെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസരമൊക്കെ മുഴുവട്ടായിട്ട് മാറും. എന്നിട്ട് സെല്ലിൽ കൊണ്ടുപോയി അടയ്ക്കും. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഇത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിച്ചാൽ. ഇത് വളരെ ലളിതമാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പറയില്ല. ഒരു ഇഞ്ചക്ഷൻ തന്ന് കുത്തിയിടാനേ പറ്റുള്ളൂ. ഇത് ഇത്രയും ആഴത്ത് ഇവരാരും പഠിക്കാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാലും സൊല്യൂഷൻ കിട്ടാതെ വരും. ഞാൻ പറഞ്ഞ മനസ്സിലായി. മൂവ്മെന്റ് ഉണ്ടാവും. മനസ്സിലാക്കി നിങ്ങൾ ഫിലോസഫിക്കലി സ്ട്രോങ് ആയി ഹിപ്നോട്ടിക് സജഷൻസ് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നെഗറ്റീവ് ആവുന്നില്ല, ഇത് മനുഷ്യനായ ഒരു ദിവസം ചാവും, ഞാൻ ചത്തോളാം,
കൂടി വന്നാൽ അങ്ങ് ചാവും, അത്രയേ ഉള്ളൂ. ഞാൻ തൊട്ടാന്ന് പറഞ്ഞാൽ എല്ലാ ഭയവും പോയി. എല്ലാ ഭയത്തിന്റെ അടിയും മരണഭയമാണ്. അതിലും വലിയ ഭയമില്ല. ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. വിഷമം ഉണ്ടാവുന്നുണ്ട്, ഈശോ ഉണ്ടാവുന്നതെല്ലാം അടിയിൽ നിന്ന് ഭയമാണ്. ഭയം മരണഭയമാണ്.